നമസ്കാരം. ഭാര്യയുടെയും ഭാര്യ വീട്ടുകാരുടെയും ക്രൂരമായ ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കാനാവാതെ ബിസിനസ്സുകാരനായ 28-കാരൻ ജീവനൊടുക്കി. ഹരിയാനയിലെ ഫരീദാബാദ് സ്വദേശിയായ രാഹുലാണ് താൻ അനുഭവിച്ച കൊടിയ പീഡനങ്ങളെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഹൃദയഭേദകമായ വീഡിയോ പങ്കുവച്ച ശേഷം തൂങ്ങി മരിച്ചത്. ഭാര്യയും അവരുടെ കുടുംബവും തന്നെ ഒരു അടിമയെപ്പോലെയാണ് കണ്ടിരുന്നതെന്നും ക്രൂരമായി ദ്രോഹിച്ചിരുന്നുവെന്നും വ്യക്തമാക്കുന്നതാണ് യുവാവിന്റെ അവസാന വീഡിയോ. 2 വർഷം മുൻപാണ് ജ്യോതി എന്ന യുവതിയെ രാഹുൽ വിവാഹം ചെയ്തത്. എന്നാൽ വിവാഹത്തിന് തൊട്ടു പിന്നാലെ തന്നെ രാഹുലിനെ സ്വന്തം മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നും അകറ്റാൻ ജ്യോതി ശ്രമിച്ചിരുന്നതായി രാഹുൽ വീഡിയോയിൽ പറയുന്നു. ഒടുവിൽ ഭാര്യയുടെ കടുത്ത നിർബന്ധത്തിന് വഴങ്ങി രാഹുലിന് സ്വന്തം വീട് വിട്ട് ഭാര്യ വീട്ടിലേക്ക് താമസം മാറ്റേണ്ടി വന്നു. തുടർന്ന് ഭാര്യ വീടിന് സമീപത്ത് തന്നെ ഇയാളൊരു തുണിക്കട ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഭാര്യ വീട്ടിലെത്തിയ രാഹുലിനോട് മൃഗീയമായ പെരുമാറ്റമാണ് ഭാര്യ കുടുംബത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. രാഹുലിനെ കൊണ്ട് വീട് അടിച്ചു വാരലും തുടയ്ക്കലും ഉൾപ്പെടെയുള്ള മുഴുവൻ വീട്ടുജോലികളും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചു. ഇതിനെല്ലാം പുറമെ തികച്ചും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ പോലും ഭാര്യയും വീട്ടുകാരും ചേർന്ന് തന്നെ ക്രൂരമായി മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്ന് യുവാവ് വെളിപ്പെടുത്തി. ഭാര്യ ജ്യോതിക്ക് പുറമെ അവരുടെ സഹോദരി നീതു, മാതാവ് വീണ, പിതാവ് ബിട്ടു എന്നിവരും തന്നെ നിരന്തരം ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായി രാഹുൽ വീഡിയോയിൽ ആരോപിക്കുന്നുണ്ട്. തന്റെ മരണത്തിന് കാരണക്കാരായ ഭാര്യയ്ക്കും കുടുംബത്തിനുമെതിരെ കർശനമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും തന്റെ സമ്പാദ്യവും കുടുംബസ്വത്തും അമ്മയും സഹോദരങ്ങളും വീതിച്ചെടുക്കണമെന്നും രാഹുൽ വീഡിയോയിലൂടെ അവകാശപ്പെടുന്നുണ്ട്. തന്റെ തുണിക്കടയിൽ വെച്ചാണ് രാഹുൽ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തത്. ദൃശ്യങ്ങൾ കണ്ട് പരിഭ്രാന്തനായ സഹോദരൻ ഉടൻ തന്നെ കടയിലേക്ക് ഓടിയെത്തുകയും പൂട്ട് കുത്തി തുറന്ന് അകത്തു കയറുകയും ചെയ്തെങ്കിലും അപ്പോഴേക്കും രാഹുൽ മരണത്തിന് കീഴടങ്ങിയിരുന്നു. സംഭവത്തിൽ രാഹുലിന്റെ കുടുംബത്തിന്റെ പരാതിയിൽ ഭാര്യയ്ക്കും വീട്ടുകാർക്കുമെതിരെ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ നിമിഷം മുതൽ തുടങ്ങിയതാണ് ഭാര്യ വീട്ടുകാരുടെ ഇത്തരത്തിലുള്ള ക്രൂരതയെന്ന് രാഹുൽ പറയുന്നുണ്ട്. എന്തായാലും ഇവരെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കം. താൻ വീട്ടിൽ അനുഭവിച്ച അത്രയും പീഡനങ്ങളൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ യുവാവ് ഈ ഒരു വീഡിയോയിലൂടെ തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇത് മറ്റാരോടും പറയാനാകാത്ത ഒരു അവസ്ഥയിലൂടെ താൻ കടന്നു പോയിട്ടുണ്ടെന്നും യുവാവ് പറയുകയും ചെയ്തു. തന്റെ പ്രശ്നങ്ങൾ തന്റെ വീട്ടുകാരെ പോലും തനിക്ക് അറിയിക്കാൻ സാധിച്ചിരുന്നില്ല. അത്രയധികം ദ്രോഹമാണ് ഭാര്യയുടെ അച്ഛനും അമ്മയും ഒക്കെ തന്നോട് ചെയ്തത്. പെട്ടെന്ന് തന്നെ അതുകൊണ്ടാണ് അവരുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയതും ആ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥാപനം തുടങ്ങിച്ചതും. അതേസമയം സ്ഥാപനം തുടങ്ങിയെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ തന്നെ കൊണ്ടായിരുന്നു ചെയ്യിച്ചിരുന്നത്. അവരെല്ലാം മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടും. അങ്ങനെ താൻ ഒരു അടിമയെ പോലെയാണ് ആ വീട്ടിൽ ജീവിച്ചിരുന്നതെന്നും യുവാവ് പറയുന്നുണ്ട്. എന്തായാലും ഈ വീഡിയോ നിരവധി പേരാണ് ഇതിനോടകം തന്നെ കണ്ടിരിക്കുന്നത്. യുവാവിന്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചോർത്ത് പ്രതികൾക്കെതിരെ നടപടി വേണമെന്നാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്.